ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ഇയേഴ്സിൻ്റെ MTF ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ MTF എന്ന് പറയുന്നത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്കറിയാം ഇൻട്രാഡേ ട്രേഡിങ്ങിന് നമുക്ക് സാധാരണയായിട്ട് 5x വരെ ലിവറേജ് കിട്ടാറുണ്ട്. എന്നാൽ പൊസിഷൻ ട്രേഡിങ്ങിന് നമുക്ക് ലിവറേജ് കിട്ടാറില്ല. പക്ഷേ ഒരു MTF ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് പൊസിഷണൽ ട്രേഡിങ്ങിനും ലിവറേജ് കിട്ടുന്നതാണ്. 4 ടൈംസ് വരെയാണ് ലിവറേജ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇയർലി 80% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ദിവസമാണ് എടുക്കുന്നത് അത്ര ദിവസത്തെ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ 5 ഇയേഴ്സിൽ MTF കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാൽക്കുലേറ്ററിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് MTF കാൽക്കുലേറ്റർ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ 5 ഇയേഴ്സ് MTF കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാൽക്കുലേറ്റർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്സ് ആണ് പൊസിഷൻ ട്രേഡിങ്ങിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോക്സോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റിലയൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് റിലയൻസ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ നമുക്ക് ഡീറ്റെയിൽസ് തരും. അതായത് നമുക്ക് 3.7 ടൈംസ് ആണ് ലിവറേജ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോ സ്റ്റോക്സിനും ലിവറേജ് വ്യത്യാസം വരും. ഓക്കെ, ചില സ്റ്റോക്സിന് നമുക്ക് 3.7 3.9 കിട്ടും, ചില സ്റ്റോക്സിന് നമുക്ക് 2.5 ഒക്കെയാണ് കിട്ടാറ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്സിൻ്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര ടൈംസ് ലിവറേജ് കിട്ടുന്നത് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു സ്റ്റോക്സിൻ്റെ ഇപ്പോഴത്തെ പ്രൈസാണ്. നമ്മൾ ഈ ഒരു പ്രൈസിൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഫണ്ട്, ഇപ്പോൾ നമുക്ക് 10,000 രൂപ ഫണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഇപ്പോൾ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ 3.7 ടൈംസ് ആണ് ലിവറേജ്. ഇതിൽ നമുക്ക് 5 ഇയേഴ്സ് ഫണ്ട് ചെയ്യുന്നത് 27,000 രൂപയാണ്. അതായത് ഈ 10,000 രൂപയ്ക്ക് 5 ഇയേഴ്സ് നമുക്ക് 27,000 രൂപ ലിവറേജ് തരും. അപ്പോൾ മൊത്തത്തിൽ 30,000 രൂപയുടെ ലിവറേജാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്സ് മേടിക്കാൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ 29 ക്വാണ്ടിറ്റി കിട്ടും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 18%. അത് ഇയർലി കാൽക്കുലേഷനാണ്. അതായത് നമ്മളിപ്പോൾ 10 ദിവസമാണ് നമ്മൾ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 133 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി എന്തായാലും നമുക്ക് 5 ദിവസമാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയും, 66 രൂപയാണ് വരുന്നത്. നമ്മൾ 20 ദിവസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഷോർട്ട് ടൈമൊക്കെ 20 ദിവസമൊക്കെയാണ് ഹോൾഡ് ചെയ്യാറ് മാക്സിമം. അപ്പോൾ നമുക്ക് വരുന്നത് 266 രൂപയ്ക്കാണ് മാക്സിമം വരുന്നത്. ആ ഒരു 20 ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡേയ്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ബ്രേക്ക്ഔട്ട് സ്റ്റോക്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 10 തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതായത് നമുക്ക് എത്രമാത്രം റിട്ടേൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിലുള്ള കാൽക്കുലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 5% ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5% അപ്സൈഡ് മൂവ് വരാൻ ചാൻസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 5% കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ MTF യൂസ് ചെയ്യാണ്ട്, അതായത് നമുക്ക് 10,000 മാത്രം യൂസ് ചെയ്ത് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 500 റുപ്പീസാണ്. എന്നാൽ നമ്മൾ MTF കൂടി യൂസ് ചെയ്ത് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1,850 രൂപ നമ്മുടെ പ്രോഫിറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ 1,850 രൂപയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഓയിലാണ്. അപ്പോൾ ഓയിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. മുമ്പ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്തു, നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പക്ഷേ ഈ സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് കേട്ടോ. ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ബൈ എടുക്കുകയാണെങ്കിൽ അവിടെ വരെ നമുക്ക് എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? ഏകദേശം ഒരു 8% ആണ് നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. 8% നമുക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ടാർഗറ്റ് കാണുകയാണെങ്കിൽ. അതിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഓയിൽ കൊടുക്കാം. അപ്പോൾ 481 ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. ഓക്കെ, 481.10 നമ്മൾ ഈ റേറ്റിന് ബൈ ചെയ്യുന്ന വയ്ക്കാം. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 8%. നമ്മളൊരു 10 ദിവസം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 നോക്കാം. അപ്പോൾ നമുക്ക് 2,240 രൂപ ഈ ഒരു 10,000 രൂപയ്ക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു 10,000 രൂപ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 800 രൂപയിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് 2,240 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് 88 രൂപ 77 പൈസയാണ് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ ഈ 10 ദിവസം ഹോൾഡ് ചെയ്യുന്നതിന്. പിന്നെ 5 ഇയേഴ്സ് നമുക്ക് 18,000 രൂപയാണ് ഫണ്ടിങ് ചെയ്യുന്നത്. അത് 2.8x ആണ് നമുക്ക് ഓയിലിൽ ലിവറേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സ്റ്റോക്സ് പറയാം. അടുത്ത IGL ആണ്. അപ്പോൾ IGL നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് വരെ പോകാൻ ചാൻസ് ഉള്ളതാണ്. ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ബൈ എടുക്കുകയാണെങ്കിൽ
ഏകദേശം 10% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 4 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ഒക്കെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു 5 ടൈംസ് എക്സ്പെക്ട് ചെയ്താൽ മതി. അടുത്തൊരു 5 ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 56 രൂപയാണ്. നമുക്കിവിടെ 2.9 ടൈംസ് ആണ് ലിവറേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 5 ഇയേഴ്സ് ഫണ്ട് ചെയ്യുന്നത് 19,000 രൂപയാണ്. ഈ ഒരു 19,000 രൂപയ്ക്ക് 6 ദിവസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ 56 രൂപ വരുന്നത്. ഓക്കെ, അപ്പോൾ MTF ഇല്ലാണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 500 രൂപ പ്രോഫിറ്റ് വരുന്നുള്ളൂ. എന്നാൽ MTF കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1,450 രൂപ പ്രോഫിറ്റ് വരുന്നതാണ്. അപ്പോൾ ഓരോ സ്റ്റോക്സിനും ഓരോ ലിവറേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ ചില സ്റ്റോക്സിൽ കൂടുതൽ ലിവറേജ് കിട്ടും, ചില സ്റ്റോക്സിൽ കുറവ് ലിവറേജ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്സിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപ ഉണ്ടെങ്കിലുള്ള കാൽക്കുലേഷനാണ് ഇത്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 25,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ വീണ്ടും ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5 ഇയേഴ്സ് 47,500 രൂപ വരെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് വരുന്നത് 140 രൂപയാണ്. 3,625 പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രേക്കൗട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിൽ ഈ ഒരു MTF ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ബ്രേക്കൗട്ട് സ്റ്റോക്സുകൾ. ഇനി എങ്ങനെയാണ് 5 ഇയേഴ്സിൽ ഈ ഒരു MTF ഫീച്ചർ ആക്റ്റീവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ MTF ആക്റ്റീവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ DDPay ആക്റ്റീവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ 5 ഇയേഴ്സിൻ്റെ ആപ്പ് ലോഗിൻ ചെയ്യുക. ഇനി പോർട്ട്ഫോളിയോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടോപ്പ് സൈഡിൽ എനേബിൾ DDPay കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വൺ ടൈം ഫീ 150 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വൺ ടൈം ഫീ 150 റുപ്പീസ് പേ ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു ഇ-സൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈലിലേക്ക് OTP വരുന്നതാണ്. അപ്പോൾ ആ OTP ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ OTP എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ DDPay ആക്റ്റീവ് ആവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് 5 ഇയേഴ്സിൽ MTF ആക്റ്റീവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 5 ഇയേഴ്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യം ലോഗിൻ ചെയ്യണം. ഇനി നമുക്ക് താഴെ പ്രൊഡക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രൊഡക്ട്സിൽ MTF എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് ആക്റ്റീവ് വിത്ത് OTPയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ ഒരു OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ MTF ഫെസിലിറ്റി ആക്റ്റീവ് ആവുന്നതാണ് 5 ഇയേഴ്സിൽ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് MTF ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് MTF, അതെങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യുക, അതുകൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബ്രേക്കൗട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിൽ ഈ MTF യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഇൻട്രാഡേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്കൗട്ട് ചെയ്ത സ്റ്റോക്സുകൾ ആ ഒരു ദിവസം ചിലപ്പോൾ സൈഡ് വൈസ് ആയിരിക്കും, എന്നാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു MTF ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷനിൽ ചില ദിവസങ്ങളിൽ ആ ഒരു സ്റ്റോക്സ് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ആ ഒരു സൈഡ് വൈസ് ആയിരിക്കും, എന്നാൽ അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ അപ്പ് സൈഡ് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്കത് ഹോൾഡ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 5 ഇയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ 5 ഇയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്ക് വഴി നമുക്ക് 5 ഇയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.